ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിസ്നേഴ്സ് നേച്ചർ. കറ്റാർ വാഴ, വേപ്പില, പിന്നെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ കൊണ്ട് മുടി കുഴച്ചിൽ ഈസി ആയിട്ട് കുറക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഫൈനലി ഇതാ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചുമ്മാ പൈസ മുടക്കി ഒരുപാട് ഹെയർ കെയർ പ്രൊഡക്ട്സ് വാങ്ങാണ്ട് നമ്മളെപ്പോലെ നല്ല സ്മാർട്ടായി കറ്റാർ വാഴ കൊണ്ട് ഒരു സ്കാൽപ്പ് മസാജ് നിങ്ങൾ ചെയ്യും. അതായത് നമ്മുടെ കറ്റാർ വാഴ നന്നായിട്ട് തേച്ച് ഒരു 30 മിനിറ്റോളം നമ്മുടെ മുടിയിൽ വെക്കുക. സ്കാൽപ്പിൽ ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയാൽ നല്ലതാട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പില വാട്ടറാണ്. വേപ്പില വെള്ളം, അതായത് വേപ്പില നന്നായി പതപ്പിച്ച് അത് നമ്മുടെ മുടിയിൽ തേക്കുക. മൂന്നാമത് കോക്കനട്ട് ഓയിൽ മസാജാണ്. നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കി നമ്മളെ തലയിൽ അങ്ങോട്ട് നല്ലപോലെ പുരട്ടാം. പിന്നെ ഹിബിസ്കസ് മാസ്ക് ഉണ്ട്. അതായത് ചെമ്പരത്തി നല്ലപോലെ പൊടിച്ചിട്ട് അതിലോട്ടേക്ക് ഒന്നെങ്കിൽ തൈരോ അല്ലെങ്കിൽ കറ്റാർവാഴയോ ഇട്ട് നന്നായിട്ട് നമ്മുടെ തലയിൽ തേക്കുക. ഒരു 30 മിനിറ്റൊക്കെ വെക്കണം കേട്ടോ. ഈ മാസ്കൊക്കെ എന്നിട്ട് കഴുകാം. എന്നിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിലും അലോവേറയും മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ തലയിൽ തേച്ചാൽ നല്ലതാണ്. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് തേക്കുക, അതോടെ തന്നെ ഉറങ്ങുക. എന്നിട്ട് രാവിലെ എണീച്ച് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ വേപ്പിലൻ്റെ ഇലയും ചെമ്പരത്തിയുടെ ഇലയും രണ്ടും കൂടി ചതക്കുക. ചതച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഇടുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു 30 മിനിറ്റ് തേക്കാണ് എല്ലാ മാസ്കും ഇടേണ്ടത്. എന്നിട്ട് അത് തലയിൽ തേച്ച് വെള്ളം ഒഴിക്കുക 30 മിനിറ്റിന് ശേഷം. ഇനി ചെമ്പരത്തിയും കോക്കനട്ട് ഓയിലും നമ്മൾ ചെമ്പരത്തി ചൂടാക്കി അതിലോട്ടേക്ക് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മുടെ തലയിൽ തേക്കുക. പിന്നെ നമ്മുടെ വേപ്പില എണ്ണയും പിന്നെ വെളിച്ചെണ്ണയും രണ്ടും കൂടി ഒരു 2 ടീസ്പൂൺ ഇടാം. ചെമ്പരത്തി അല്ലേ ഹിബിസ്കസിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കട്ടിങ്സ് ആണ് മെയിനായിട്ട് ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ കട്ടിങ്സ്. കട്ടിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. കട്ടിങ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഈ ഹിബിസ്കസ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ വാടിപ്പോയ ഇലകൾ അല്ലെങ്കിൽ പുഴുതുന്ന ഇലകൾ അല്ലാണ്ട് ഇപ്പോൾ കരിഞ്ഞു പോയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് കട്ട് ചെയ്യണം. കാരണം നമ്മുടെ ആ ചെടിയുടെ എനർജി നമ്മൾ ഈ ഒരു കരിഞ്ഞു പോയ ഭാഗങ്ങൾ, അതായത് നശിച്ചു പോയ ഭാഗങ്ങൾ നന്നാവാനും കൂടി അതിൻ്റെ എനർജി എടുക്കുമ്പം പുതിയ ചെടികൾ വളരാൻ അതിന് ഭയങ്കര ഒരു ഇടങ്ങാറാണ്, ഒരു പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ കട്ട് ചെയ്യാൻ മറന്നു. ഇതും കൂടി കട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെയൊക്കെ പെട്ടെന്ന് വരുമ്പം കട്ട് ചെയ്യുക. പിന്നെ ഹിബിസ്കസ് വാടിപ്പോയാൽ അതിങ്ങനെ വെറുതെ ഷോക്ക് വെക്കാണ്ട് അപ്പാടും തന്നെ നമ്മളത് കട്ട് ചെയ്യുക. നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹിബിസ്കസിന് അതിൻ്റെ എനർജി അത് വളരാൻ തന്നെ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അതിന് നമ്മൾ വാടിപ്പോയതൊക്കെ നേരെയാക്കാനായിട്ട് എനർജി എടുക്കേണ്ടി വന്നിട്ട് ലാസ്റ്റ് വളരുമൊന്നുമില്ല. സോ അതാണ് മെയിനായിട്ട് കട്ടിങ്സ് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചായപ്പിണ്ടിയും പിന്നെ നമ്മുടെ മുട്ടത്തോടും വെള്ളത്തിലിട്ടിട്ട് അത് നല്ലപോലെ ഒരാഴ്ച വയ്ക്കുക. അതിൻ്റെ വെള്ളവും നമ്മളിതിൽ ആഡ് ചെയ്താൽ നല്ലപോലെ ഹിബിസ്കസ് വളരും. ഇത് അടുത്തുള്ള ഏതെങ്കിലും നഴ്സറിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. പൊള്ളിയാട്ടോ, സെറ്റ് സാധനമാണ്. നെക്സ്റ്റാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നമ്മുടെ നീം. അതായത് മമ്മ പണ്ട് സപ്പോർട്ട്
ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ്.